ഇതിപ്പോൾ ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ച സുകുമാരൻ നായരുടെ നീക്കത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ഇതിപ്പോൾ നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നതിനപ്പുറത്തേക്ക് ശബരിമല വിഷയം, ആ ശബരിമല വിഷയത്തോടു കൂടിയാണ്, ആചാര ലംഘനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയത്തോടു കൂടിയാണ് ഇടതുപക്ഷത്തിനെതിരായ നിലപാട് കടുപ്പിച്ചത് ശ്രീ സുകുമാരൻ നായർ, അങ്ങ് പറഞ്ഞതുപോലെ തന്നെ. അതിനുശേഷം ഇപ്പോൾ അയ്യപ്പ സംഗമം നടത്തിയതോടുകൂടി ആ നിലപാട് തിരുത്തുന്ന തരത്തിലേക്ക് ഉള്ള ഒരു സാമൂഹ്യ സാഹചര്യമൊന്നും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ എങ്കിലും ഇത്തരത്തിലൊരു നീക്കം നടത്തിയതിന് പിന്നിൽ എന്തെങ്കിലും കാരണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? അല്ല, അതേപ്പറ്റി പല കിംവദന്തികളും അന്തരീക്ഷത്തിലുണ്ട്. നമ്മളിവിടെ ഈ ഇതുപോലത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ അത് ചർച്ച ചെയ്യുന്നത് ശരിയല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ. അദ്ദേഹത്തിന് വ്യക്തിപരമായി കുടുംബപരമായി എന്തൊക്കെയോ താല്പര്യങ്ങളുണ്ട്. അതിൽ പോലീസിൻ്റെയും മുഖ്യമന്ത്രിയുടെയൊക്കെ സഹായം പുള്ളി പ്രതീക്ഷിക്കുന്നു. ആ കാരണത്താലാണ് ഈ മുന്നണി മാറ്റം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിലപാടിൽ മാറ്റം വരുത്തത് എന്ന ഒരു പ്രചരണം നമ്മുടെ നാട്ടിൽ ശക്തിപ്പെട്ട് നടക്കുന്നുണ്ട്. അതിൻ്റെ നിജസ്ഥിതി എന്താണ് എന്നുള്ള കാര്യം ഇതുവരെ വ്യക്തമായിട്ടില്ല. ഓക്കെ, നമ്മൾ അതിലേക്ക് പോകേണ്ട. മറ്റൊന്ന്, ഇതിപ്പോൾ എൻ എസ് എസ് എന്ന സംഘടനയ്ക്കുള്ളിൽ ആ സംഘടനയുടെ കെട്ടുറപ്പിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ടോ ഇത്തരത്തിലൊരു നിലപാട് മാറ്റം? അല്ല, കെട്ടുറപ്പിനെ സാധാരണയിൽ ബാധിക്കില്ല. കാരണം CPM അതിൻ്റെ അത് വളരെ ശക്തമായൊരു പാർട്ടിയായിട്ട് നിൽക്കുന്നു. അവർ വളരെയധികം സ്വാധീനം എല്ലാ വകുപ്പുകളിലും ചുമത്തുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും അതിലൊരു പൊട്ടിത്തെറിയൊന്നും ഉണ്ടാകുമെന്ന് വിചാരിക്കാൻ ന്യായമില്ല. ഇപ്പോൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷവും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും ഈ സംവിധാനം നിലനിൽക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.